ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ട്രോളി അർജന്റീന ആരാധകർക്ക് മർദ്ദനമേറ്റതായി പരാതി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലെ ട്രോൾ തർക്കത്തെ തുടർന്ന് രാത്രി സംഘം ചേർന്നെത്തിക്കൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. സിനോജ് തോമസിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സിനോജ്, കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും നന്നായി ഫുട്ബോൾ ആസ്വദിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഈ ലോകകപ്പ്. അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും എല്ലാം ഇവിടെ ആരാധകരുണ്ട്, നല്ല കായിക പ്രേമികളാണ് മലയാളികൾ. പക്ഷേ അത് ഇത്തരത്തിൽ പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, അതിര് കടന്നുള്ള ഒരു ആരാധനയിലേക്ക് അല്ലെങ്കിൽ ഒരു അക്രമത്തിലേക്കൊക്കെ വഴിമാറുന്ന ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. ഈ ഒരു സംഭവത്തിൽ എന്താണ് ഉണ്ടായത്? ഷിഹാസ്, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. വേൾഡ് കപ്പ് 2026 എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ നാട്ടിലുണ്ടായിരുന്നു. അർജന്റീന ഫൈനൽ ഉറപ്പിച്ചതിന് പിന്നാലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ നടന്നു. അതിനിടയിൽ അർജന്റീന ആരാധകർ ബ്രസീൽ ആരാധകരെ കളിയാക്കിക്കൊണ്ട് ട്രോളിക്കൊണ്ട് അതിൽ കമന്റുകൾ ഇട്ടു. അത് വലിയ തർക്കം വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കി. പക്ഷെ ആ തർക്കം വാട്സപ്പ് ഗ്രൂപ്പിന് പുറത്തേക്ക് പോയി. അതാണ് കേസായി മാറിയത്. ആ തർക്കം മർദ്ദനത്തിൽ കലാശിച്ചു. അതായത് അർജന്റീന ആരാധകർ താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് ബ്രസീൽ ആരാധകർ മർദ്ദനം നടത്തിയത്. അതായത് അർജന്റീന ആരാധകരോട് ഈ മർദ്ദിക്കാൻ എത്തിയ ആളുകൾ ബ്രസീലുകാരെ ട്രോളുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മർദ്ദിക്കുന്നത്. പോലീസിൽ പരാതി നൽകരുതെന്ന് ഭീഷണി ഉയർത്തിയെന്ന് മെഡിക്കൽ കോളേജ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മർദ്ദിക്കുക മാത്രമല്ല ചെയ്തത്, വാടക വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർക്കാനുള്ള ശ്രമം നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഈ അർജന്റീന ആരാധകരുടെ പരാതിയിൽ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിഖിൽ, രഞ്ജിത്ത് എന്നിങ്ങനെ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും കളി കാര്യമായി മാറിയിരിക്കുകയാണ് ഷിഹാസ്.